കുഞ്ഞിപ്പത്തിൽ ഒരു അരക്കിലോ ബീഫ്, ഒരു അരക്കിലോ സവാള, ഒരു 10 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ചുള വെളുത്തുള്ളി, ഒരു 2 തക്കാളി. ബീഫ് നന്നായി കഴുകി കുക്കറിലിട്ടു, സവാള ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം. അത് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ കുഞ്ഞിപ്പത്തിലിൻ്റെ അരി മാവൊന്ന് റെഡിയാക്കാനുണ്ട്. അതിന് ഞാൻ ഒരു 1/2 കിലോളം അരി പുതിർത്തായിരുന്നു, അത് അരച്ചു. അതിൽ കുറച്ച് റൈസ് പൗഡറും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി ടൈറ്റാക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡിയാണ്. ഇനി അത് ചെറുങ്ങനെ ഉരുട്ടിയെടുക്കാം. കുറച്ച് ഓയിൽ കയ്യിൽ പുരട്ടി ചെറിയ ബോളാക്കി നമുക്ക് ഉരുട്ടി എടുക്കാം. ബാക്കിയുള്ള കൂടി ഉരുട്ടി ഫുൾ സെറ്റാക്കി അടുപ്പത്ത് വെക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ 10 ബാക്കിയെല്ലാം കൂടെ ഉരുട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ബീഫിനുള്ള മസാല. ബീഫിന് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് അടുപ്പത്ത് ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലക്കൂട്ട്, കുറച്ച് പെരുംജീരകം കൂടി അതിലിട്ടിട്ടുണ്ട്. ഈ മസാലക്കൂട്ടൊന്ന് വറുത്തെടുക്കാം. ശേഷം നമ്മളെ വേപ്പിച്ച ബീഫ് അതിലിടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി വേണ്ടത് ഇതിനൊരു അരവുണ്ട്. ഒരു തേങ്ങ എടുക്കുക, ചേരണ്ടി അതിലൊരു 3-4 പച്ചമുളകും കുറച്ച് പെരുംജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു കഷ്ണം ഇഞ്ചും ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ അരവും കൂടി ഈ ബീഫിലേക്ക് തട്ടാം. അപ്പോഴത്തേക്ക് നമ്മളെ കുഞ്ഞിപ്പത്തിലെല്ലാം തണുത്തൊന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഞ്ഞിപ്പത്തിലും കൂടി അതിലിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് ഏകദേശം അത് കറിയിലൊന്ന് വെന്ത് വരണം. നല്ല അതായത് ലൂസായിട്ടുള്ള സാധനം കുറുകി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, തിന്നറിയിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞിപ്പത്തിൽ എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഭയങ്കര പണിയാണ്, ഇത് ഉരുട്ടാൻ ഭയങ്കര. ഇത് ഞാൻ തന്നെ ഉരുട്ടി ഞാൻ തന്നെ കറിയും എല്ലാം സെറ്റാക്കി ഇവിടെ വീട്ടിലന്നേരം ആരും അല്ലായിരുന്നു, ഞാൻ തന്നെ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ മുമ്പിൽ വിടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മേലെ കിടാം.